ട്രംപ് താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ 50% താരിഫായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ 25, പിന്നെ അതിൻ്റെ കൂടെ പിഴയായിട്ടുള്ള 25% താരിഫ്. അപ്പോഴൊക്കെ തന്നെ ഇന്ത്യയുടെ മരുന്നുകൾ, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന മരുന്നുകളുണ്ട് അമേരിക്കയിലേക്ക്, അതിനൊന്നും തന്നെ ഈ പറയുന്ന 50% തീരുവ ഇല്ലായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നൊരു വാർത്ത ഒക്ടോബർ 1 മുതൽ അല്ലേ, ഒക്ടോബർ 1 മുതൽ 100% തീരുവയാണ് ഇന്ത്യയിലെ മെഡിസിന് കൊടുക്കുന്നത്. അന്ന് തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയുടെ മെഡിസിൻ അവിടെ എത്രത്തോളം അവിടുത്തെ സാധാരണ ജനങ്ങൾ എത്രത്തോളം ആശ്രയിക്കുന്ന ഒരു കാര്യം, അവർക്ക് വലിയ ഒരു ആശ്രയമാണ് ഈ ഇന്ത്യയുടെ മെഡിസിൻസ്. അപ്പോൾ അതിനാണ് 100% തീരുവ, അതായത് അതിൻ്റെ വില അതനുസരിച്ച് കൂടും. അപ്പോൾ അത് അപ്രാപ്യമാവും സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോഴാണ് ഇപ്പോൾ ചൈന ഒരു ഇതുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതായത് ചൈന പറയുന്നത് നമ്മൾ തീരുവയും തരുന്നില്ല, ഒന്നും തരുന്നില്ല, ആ മരുന്നുകളെല്ലാം ഇങ്ങോട്ട് ഇറക്കിക്കോ എന്നുള്ള രീതിയിൽ ചൈന പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രംപ് ചെയ്യുന്നതെല്ലാം തന്നെ കറങ്ങിത്തിരിഞ്ഞ അവസാനം ഇന്ത്യക്ക് ഗുണമാകുന്ന രീതിയിലാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിക്കൂടെ ആയി കണ്ടൂടെ ഇതിനെ? ഉറപ്പായിട്ടും അതിനെ അങ്ങനെ തന്നെ കാണണം. നമുക്കൊന്ന് ജനസംഖ്യ എടുത്ത് നോക്കാം. അമേരിക്കയിൽ ഏതാണ്ട് 34 കോടിയാണ് ജനസംഖ്യ ഉള്ളത്. ചൈനയിൽ 141 കോടിയുണ്ട്, ഇന്ത്യയിൽ 146 കോടിയുണ്ട്. അപ്പോൾ ഈ 34 കോടി ജനങ്ങളിലേക്ക് എത്തുന്ന മരുന്ന് പിന്നീട് നമ്മൾക്ക് പോകുന്നത് 141 കോടി ജനങ്ങളിലേക്ക് നമ്മുടെ മരുന്ന് എത്തുകയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലാഭമേ ഉണ്ടാവുകയുള്ളൂ. ഈ മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ഇന്ത്യക്ക് ഗുണകരമായി തന്നെ കുറഞ്ഞ തീരുവയിലാണെന്ന് പോകുന്നത്. അതെ, അത് കുറഞ്ഞ തീരുവ എന്നും പറയാൻ വയ്യ. ഇത് ഫ്രീ ട്രേഡ് ആണ്. തീരുവ വട്ടപൂജ, അതായത് ഫ്രീ ട്രേഡിലേക്ക് പോവുകയാണ്. അപ്പൊ ഗുണമല്ലേ നമുക്കുണ്ടാവുന്നുള്ളൂ. അപ്പൊ നമ്മുടെ മരുന്നിന്റെ ഗുണനിലവാരം എത്രത്തോളമുണ്ട്? ലോകത്തിന്റെ ഫാർമസി എന്ന് വിളിക്കപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ഗുണനിലവാരം മനസ്സിലാക്കി ചൈന പോലൊരു വമ്പൻ രാജ്യം അതിലേക്ക് വരികയാണ്. അത് പക്ഷേ കച്ചവട താല്പര്യവും കൂടി ആയിരിക്കാം. എങ്കിൽ പോലും ഉപയോഗിക്കുകയെ പോകെ അതിൻ്റെ ഗുണനിലവാരം കൂടുമ്പോൾ നമ്മുടെ മെഡിസിൻ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളത് അവർ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് വരും. നമുക്കൊരു അമേരിക്കൻ വിപണി അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ഇന്ത്യ ചെയ്തതുപോലെ ആയി. കാരണം അമേരിക്കയിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഇറക്കിയതുപോലെ, അതായത് അമേരിക്കയിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്ന സാധനമാണ് കേട്ടോ എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ മറ്റു രാജ്യങ്ങളിൽ വിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഇനി അമേരിക്കയിലേക്ക് ഇപ്പൊ വിജയ് പറഞ്ഞതുപോലെ അമേരിക്ക ഈ ഒരു രംഗത്തെ, അല്ലെങ്കിൽ ട്രംപ് ഈ ഒരു രംഗത്തെ, മെഡിസിനുമായി ബന്ധപ്പെട്ട രംഗത്തെ, ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മളിവിടെ സംസാരിച്ച ഒരു കാര്യമുണ്ട്, ഇത് അവസാനത്തെ അടവായിരിക്കും. കാരണം ഇന്ത്യയുടെ മെഡിസിൻ ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നിലനിന്ന് പോകൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലർ ഇവിടെ കിടന്ന് പറയുന്നുണ്ട് നമുക്ക് നഷ്ടം വരോടെ ഇതൊക്കെ അങ്ങ് കയറ്റി അയക്കാനുള്ള വഴി ഉണ്ടാക്കലാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്ത് വിട്ടിത്തമാണ് ഈ പറയുന്നത്. ഇന്ത്യയുടെ മെഡിസിൻ ഇല്ലാതെ അമേരിക്കയ്ക്ക് പറ്റില്ല, അമേരിക്കയ്ക്ക് പറ്റില്ലേ ഇന്ത്യയുടെ മെഡിസിൻ ഇല്ലാതെ? ഇന്ത്യ എവിടെ കിടക്കുന്നു, അമേരിക്ക എവിടെ കിടക്കുന്നു? അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യയുടെ മെഡിസിന്റെ ഗുണനിലവാരം നമുക്കറിയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പെട്ടെന്ന് മനസ്സിൽ കൂടി പോയതാണ്, പിണറായിയൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നത് ചികിത്സയ്ക്ക്. അപ്പോൾ ഇത്രയും നല്ല മരുന്നുകളും എല്ലാം നമ്മുടെ രാജ്യത്ത് ലഭ്യമായിട്ടും അങ്ങോട്ടേക്ക് കയറി പോകുന്നു എന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരാം. നമ്മൾ അവസാനമായിട്ട് ഈ ഒരു കാര്യം എടുക്കുള്ളൂ അമേരിക്ക എന്ന് പറഞ്ഞല്ലോ. കാരണം അവസാനത്തെ ഒരു അടവ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ട്രംപ് മരുന്നുകൾക്ക്. കാരണം ട്രംപിനെ അറിയാലോ, ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് ഈ ട്രംപിൻ്റെ ഈ പറയുന്ന ഇറക്കുമതി തീരുവ 30% നിന്നുമാണ് വെട്ടിച്ചുരുക്കി 0 ചൈന. നമ്മളുടെ മെഡിസിൻ അവിടെ പോകുന്നത് 30% അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 81,574 കോടി രൂപയുടെ മരുന്നാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ ഇറക്കുമതി തീരുവ കൂട്ടുന്നതോടെ ഇന്ത്യയുടെ മരുന്നിന് വില കൂടുകയും ചെയ്യും. കൂടാതെ തന്നെ US വിപണി ഇന്ത്യയിലെ മരുന്ന് കമ്പനികൾക്ക് നഷ്ടമാകും എന്നുള്ളതാണ് പറയുന്നത്. അതിലും വലിയൊരു വിപണി ഇപ്പുറത്ത് തുറന്നിടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു തലവേദന പിടിച്ച കാര്യമല്ല മറ്റുള്ള രംഗങ്ങളിലെ പോലെ. ഇനി വരുന്നത് ഇത്രയും നാൾ ഇവരെന്തുകൊണ്ട് ഇത് ഏർപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. നമ്മുടെ മരുന്നുകളെ ആശ്രയിച്ച് തന്നെയാണ് അമേരിക്കയുടെ സാധാരണക്കാരുടെ മുന്നോട്ടുള്ള പോക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ ആരോഗ്യരംഗത്ത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമ്മൾ പിൻവലിക്കുകയാണ്. അവിടെ സ്വാഭാവികമായും വില കൂടും മരുന്നുകൾക്ക്. അപ്പം സാധാരണക്കാരൻ ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക പോകും. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു?
1 വർഷത്തേക്ക് വേണ്ടുന്ന മരുന്നുകളെല്ലാം ഈ ഒരു കാലയളവിനുള്ളിൽ സംഭരിച്ചു വെച്ചു എന്നാണ് പറയുന്നത്. 1 വർഷത്തേക്കാണ്. പക്ഷെ ഈ 1 വർഷത്തേക്ക് 1 വർഷം എന്ന് നമ്മൾ 1 മാസം എന്ന് പറയുന്നത് കണ്ണടച്ചുറക്കുമ്പോൾ മുമ്പേ പോവുകയാണ്. 1 വർഷമൊക്കെ കഴിഞ്ഞു പോകുന്നത് നമ്മളിവിടെ അറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇതിലൊരു കെണി വിളിച്ചിരിപ്പുണ്ട് അമേരിക്കക്കാർക്ക്. അതായത് ഈ പറയുന്ന ട്രംപ് ഭരണകൂടത്തിന് തന്നെ ട്രംപ് ഈ ചിന്തിക്കുന്ന ഇതേ രീതിയിൽ തന്നെ അമേരിക്കൻ ജനങ്ങളും ചിന്തിക്കും. അതായത് ഈ സംഭരിച്ച് വയ്ക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങളും എത്തും. അതായത് അവരും ഇത് സംഭരിച്ച് വയ്ക്കുക എന്നുള്ള രീതിയിലേക്ക് മെഡിസിൻ നേരത്തെ അതായത് കാലേ കൂട്ടി വാങ്ങിച്ച് വെക്കുന്ന രീതിയിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ഈ സംഭരണശേഷി തന്നെ പെട്ടെന്ന് വറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും അവിടുത്തെ ആരോഗ്യരംഗം നമുക്കറിയാം, ഒരു ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി അതിലൂടെ പ്രോഡക്ട്സ് പുറത്തേക്ക് വരാൻ എത്ര വർഷങ്ങളെടുക്കും, എത്ര കടമ്പകൾ കടക്കണം, എത്ര സർട്ടിഫിക്കറ്റുകൾ ഇതിന് വേണ്ടി വരും. ഇതെല്ലാം കടന്നുകൊണ്ട് അമേരിക്കയിൽ പെട്ടെന്ന് ഇതൊന്നും പൊട്ടിമുളച്ച് ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല. അമേരിക്കയാണെന്ന് വെച്ചാൽ നാളെ ഇത് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ അലാദിൻ്റെ അത്ഭുത വിളക്കൊന്നും ട്രംപിൻ്റെ കയ്യിലില്ലല്ലോ. അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയ്ക്ക് മുട്ടുകുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് കൊണ്ടുപോകുന്നുണ്ട്. ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇനി അവർ ട്രംപിനെ അനുകൂലിക്കുന്നവരുണ്ടാവാം. നമ്മുടെ നാട്ടിലും ട്രംപിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവർ പറയാം, നമുക്ക് നഷ്ടമല്ലേ, ഇത്രയും കോടിയുടെ മരുന്ന് കച്ചവടമല്ലേ നടന്നത്, അത് പെട്ടെന്ന് ഇല്ലാതാവുകയല്ലേ. ശരിയാണ്, നമ്മളെ സംബന്ധിച്ചും ചെറിയ രീതിയിൽ തന്നെ നമുക്കൊരു ഇടിവ് വരും. പക്ഷെ ആ ഇടിവിന് ബദലായിട്ടാണ് ഇപ്പം തന്നെ, അതായത് ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ വിപണി ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ പിന്നീട് ഇപ്പുറത്ത് പ്രസംഗത്തിൽ ജയശങ്കർ പറയുന്നത് മിഡിൽ ഈസ്റ്റ്, മറ്റേ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം വാതിലുകൾ ഇന്ത്യക്ക് വേണ്ടി തുറക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ കണ്ടതാണ് ഈ H1B വിസ 90 ലക്ഷം ഫീസ് ആക്കിയപ്പോൾ തന്നെ പല രാജ്യങ്ങളും ഇന്ത്യക്ക് വാതിൽ തുറക്കുന്നത്. അതായത് ജർമ്മനി, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ ഇതുപോലെ ഇന്ത്യയുടെ പറയുന്ന ടെക് വിദ്യാർത്ഥികളെയും ടെക് തൊഴിലാളികളെയും ഒക്കെ ക്ഷണിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അത് ഫ്രീ, അത് ഈ പറഞ്ഞ പോലെ വിസ ഫ്രീ അല്ല, ഈ പറഞ്ഞ കുറഞ്ഞ ചെറിയ നിരക്കിൽ. അപ്പോൾ ഒന്ന് ആലോചിക്കാം, നമ്മുടെ ആളുകളുടെ അത്രയും തലച്ചോറൊന്നും ബാക്കിയുള്ളവർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംശയിച്ചു പോകുന്നത്. അത് അവിടെയൊന്നും ഇല്ല. അവിടെയുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സാലറി പാക്കേജ് അല്ലെങ്കിൽ അവർക്ക് മൊത്തത്തിൽ കൊടുക്കുന്ന ഒരു പാക്കേജിൽ അവിടെയുള്ളവർ ജോലി ചെയ്യില്ല. ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള അതിസമർത്ഥന്മാരായിട്ടുള്ള എല്ലാവരും പല ഇൻ്റർനാഷണൽ കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നത് ഭാരതീയരാണ്. നമുക്ക് അഭിമാനമാണ്. കാരണം അത്രത്തോളം വർക്ക് അവർ ചെയ്തിട്ടാണ് അവർ ഏൺ ചെയ്യുന്നത്. വെറുതെ ഇരുന്ന് അല്ല, അതല്ലേ പറയുന്നത്. ഈ അമേരിക്കയിലേക്ക് ഇവരെത്തുന്നത് എങ്ങനെയാണ്? ടാലന്റ് പൂളിൽ ഏറ്റവും മിടുക്കന്മാർ ഇന്ത്യക്കാരായതുകൊണ്ടാണ്. അല്ലാതെ ഇന്ത്യക്കാർക്ക് പട്ടിണി മാറ്റിയിരിക്കാന്ന് പറഞ്ഞാണോ ജോലി കൊടുത്തേക്കുന്നത്? ഒരിക്കലല്ല. അവർ അവരുടെ ബുദ്ധിയെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ എങ്ങനെ നോക്കിയാലും അമേരിക്ക ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു അബദ്ധത്തിലേക്കാണ്. അതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരുപാട് പേരുണ്ട്. ട്രംപെ നിങ്ങളുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന തരത്തിൽ പലരുമുണ്ട്. അപ്പോൾ അതൊന്നും ട്രംപ് വകവെക്കുന്നില്ല. പക്ഷെ ട്രംപിന്റെ സ്വന്തം ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ്. രാജ്യതാൽപര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ് ആ രാജ്യം പടുകുഴിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഉണ്ടായിരിക്കുന്ന കടത്തിൻ്റെയും സാമ്പത്തിക പ്രതിസന്ധിയുടെ മുകളിലേക്ക് വലിയൊരു പ്രശ്നം കൂടി വന്ന് വീഴുകയാണ്, ഉരുണ്ടു കൂടുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമുക്കിതൊരു പ്രശ്നമേ ആണോ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്, ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതിന് മുമ്പേ നമുക്ക് മറ്റു വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. ഒന്നടച്ചിട്ടാൽ അതിൽ ഒരു പക്ഷേ 9 വാതിലുകൾ തുറക്കാനുള്ള വഴി ഇന്ത്യ തേടുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയെ എല്ലാവരും വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. ട്രസ്റ്റബിൾ കൺട്രി എന്ന് പറയുന്നത്, അതായത് ഏത് സമയത്ത് എന്ത് തോന്നിവാസം കാണിക്കുന്ന ഒരു രാജ്യമല്ലേ ഇന്ത്യ. പറഞ്ഞാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ്. ആ പോളിസികളും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യം. ഇപ്പോൾ മോദി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ പോളിസി എന്ന് പറയുന്നത് സ്വാഭാവികമായും എല്ലാ രാജ്യങ്ങളാലും അംഗീകരിക്കപ്പെടുന്നത്. എന്തായാലും ചൈനയുമായിട്ടുള്ള ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ട്രംപിന് വലിയ തലവേദനയാകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.